ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഏഷ്യാനെറ്റിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ വെട്ടിച്ച് മുകളിൽ കയറിയിരിക്കുന്നു, 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും അതിൻ്റെ മോർണിംഗ് സ്ലോട്ട്, യൂട്യൂബ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റിപ്പോർട്ടർ പലപ്പോഴും മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ മലയാളം ന്യൂസിൽ, അതായത് മലയാളം വാർത്താ പരിപാടികളിൽ റിപ്പോർട്ടർ 1-ാമത് വന്നിരിക്കുന്നു. 1-2 ഘട്ടങ്ങളിൽ 24 മുൻപ് ഏഷ്യാനെറ്റിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഏഷ്യാനെറ്റിന് ഈ തോൽവി ഉണ്ടായി എന്നുള്ളത് ഏഷ്യാനെറ്റിൻ്റെ അകത്ത് തന്നെ ചർച്ചാ വിഷയമാണ്. റിപ്പോർട്ടർ 1-ാം സ്ഥാനത്തെത്തിയത് കൊണ്ട് ഏഷ്യാനെറ്റ് എങ്ങനെ തോറ്റുപോയി എന്നുള്ളത് റിപ്പോർട്ടർ ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ. അവർക്ക് ലഡ്ഡു വിതരണം ചെയ്താൽ മതിയാവും റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അതുപോലെ ഇത് തുടരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. പക്ഷേ ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിതത്വം ആര് പാലിച്ചു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. പല ചാനലുകളും, നമുക്ക് അച്ചടി മാധ്യമങ്ങളെപ്പറ്റി ഒരിക്കലും ഈ അമിതമായി പോയി എന്ന് പലപ്പോഴും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചടി മാധ്യമങ്ങളിൽ പല തലങ്ങളിലുള്ള ചർച്ചകൾ നടക്കും. ഒരാൾ വാർത്ത എഴുതി കഴിഞ്ഞാൽ ആ വാർത്തയും പല കൈകളിൽ കൂടി പോവും. ധാരാളം എഡിറ്റിങ്ങുകൾ വാർത്തകളിൽ സംഭവിക്കും. പക്ഷേ ഈ ചാനലുകളെ സംബന്ധിച്ച് ഈ എയറിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് ഈ ലോറി പുഴയിൽ പോയാലും പത്മതീർത്ഥക്കുളത്തിൽ ഒരാളെ വേറൊരാൾ അടിച്ചു കൊല്ലാൻ പോയാലും ഇത് ലൈവായിട്ട് ഇങ്ങനെ എയറിൽ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെടുത്താനോ വാർത്തയെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആളിനെ രക്ഷപ്പെടുത്താനോ ഒന്നുമുള്ള സംഭവമൊന്നും നടക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്ഷാപ്രവർത്തനം പോലുള്ള കാര്യങ്ങൾ മാത്രമേ എയറിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ യുദ്ധം ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ദേശീയ തലത്തിൽ തന്നെ സർക്കാർ തന്നെ അതിൽ ഇടപെടുകയുണ്ടായി. അതായത് യുദ്ധത്തിൻ്റെ തത്സമയ സംപ്രേഷണം ആവശ്യമില്ല എന്ന ഉത്തരവുണ്ടായി. ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും ഇന്ത്യ കറാച്ചി ആക്രമിച്ചു തുടങ്ങി ലൈവായി പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധ റിപ്പോർട്ടിങ്ങിൽ അപകടം വന്നിരുന്നു. ആ അപകടം പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യുദ്ധ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ ദേശാഭിമാനം പ്രകടമാക്കണം, നാം നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം, ശത്രു രാജ്യത്തിൻ്റെ കൂടെ അല്ല നിൽക്കേണ്ടത്. ഇപ്പോൾ ശത്രുരാജ്യം പറയുകയാണ് ഇന്ത്യയുടെ റഫേൽ വിമാനം വെടിവെച്ചിട്ടു തുടങ്ങി. യുദ്ധകാലം എന്ന് പറഞ്ഞാൽ അത് നുണകൾ വിളയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ആണ് ഈ ജർമ്മനിയിൽ ഗീബൽസ് എന്നൊരു കഥാപാത്രം ഉണ്ടായത്. ഹിറ്റ്ലർ യുദ്ധം നടത്തുന്ന കാലത്ത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഗീബൽസിൻ്റെ ജോലിയായിരുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജൂതരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഹിറ്റ്ലർ എന്ന് ഗീബൽസ് പറഞ്ഞു പരത്തിക്കോളും. ഇതുപോലെ പാകിസ്ഥാൻ പറയുന്ന കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പണി കൂടി നമ്മളുടെ ചാനലുകളും മറ്റും ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ വന്നത്. ഈ ബാർക്ക് റേറ്റിങ്ങിൽ 97.71
നേടിയിട്ടാണ് റിപ്പോർട്ടർ മുന്നിലെത്തിയിരിക്കുന്നത്. 5 പോയിന്റ് പുറകിലാണ് ഏഷ്യനെറ്റ്. തൊട്ട് മുകളിൽ തൊട്ട് താഴെ, അതായത് 3-ാം സ്ഥാനത്ത് 24 ചാനൽ നിൽക്കുന്നുണ്ട്. ഈ പരമ്പരാഗത വാർത്ത അധിഷ്ഠിത ചാനലുകളായ മലയാള മനോരമ ന്യൂസ്, മാതൃഭൂമി തുടങ്ങിയവയൊക്കെ പുറകിലാണ്. മനോരമയ്ക്ക് 36.25 പോയിൻ്റാണ്, മാതൃഭൂമിക്ക് 34.49. ന്യൂസ് മലയാളം എന്ന പുതിയ ചാനൽ 26.3 പോയിന്റുമായി മുകളിലേക്ക് കയറി വന്ന് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ താഴെ മാത്രമാണ് ജനം. മീഡിയ വൺ ആണ് ഏറ്റവും പുറകിൽ, 6.89. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ നിന്നാൽ അത് കാണാൻ ജനത്തിനൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഈ മീഡിയ വൺ ചാനലുമൊക്കെ നിതാന്തമായി തന്നെ പാകിസ്ഥാൻ്റെ കൂടെയോ തുർക്കിയുടെ കൂടെയോ ഒക്കെയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ വിമർശനം വന്നു തുടങ്ങിയപ്പോൾ ഏഷ്യനെറ്റ് റിപ്പോർട്ടിങ്ങിൽ കുറച്ച് മിതത്വം കാണിക്കാൻ തുടങ്ങിയിരുന്നു. ഏഷ്യനെറ്റ് ഇത് സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല എന്ന് പല റിപ്പോർട്ടിൻ്റെയും കൂടെ പറയാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ഒരു മിതത്വം റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ ചാനൽ പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ കൂടെ അതിൻ്റെ ഓഹരി ഉടമകളുടെയൊക്കെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ആണ് നിലകൊണ്ടിരുന്നത്. എന്നാൽ ഈ സമയമായപ്പോൾ അത് കുറച്ച് വലതുപക്ഷ വ്യതിയാനം കാണിച്ചു. മോദിയെ പിന്തുണയ്ക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വലതുപക്ഷ ഓഡിയൻസിനെ കുറെ വേണമെങ്കിൽ സംഘികളായ ആളുകളെ കൂടി റിപ്പോർട്ടർ ചാനലിന് ആ സമയത്ത് കിട്ടി എന്ന് പറയാം. അത് ഈ മിതത്വം പാലിക്കുന്നതിന് പകരം കിട്ടിയതൊക്കെ ഈ ലൈവ് ടെലികാസ്റ്റ് എന്ന നിലയ്ക്ക് സംപ്രേഷണം ചെയ്തതിൻ്റെ ഗുണമാണ് അത് എന്ന് പറയാം. പക്ഷേ വാർത്ത യാഥാർത്ഥ്യമായിരിക്കണം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചെയ്തത് ശരിയായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ കാര്യമില്ല. ഇപ്പോൾ ആണവ ചോർച്ചയുണ്ടായി, ഇന്ത്യ കിരാന മലയിലെ ആണവ നിലയം ആക്രമിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എന്ന ലെറ്റർ പാഡിൽ ഒരു വ്യാജ വിവരം പുറത്തു വന്നിട്ട് അതെല്ലാവരും അതിൻ്റെ പിറകെ പോയിരുന്നു. ഇന്ത്യയുടെ പട്ടാള മേധാവിമാർ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യ ആണവ നിലയം ആക്രമിച്ചിട്ടില്ല എന്ന്. ഇന്ത്യ പാകിസ്ഥാൻ്റെ ആണവ നിലയം ആക്രമിച്ചു, അവിടെ ആണവ ചോർച്ചയുണ്ടായി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമായ കാര്യമേ അല്ല. കാരണം പാകിസ്ഥാൻ ഒരു ആണവ ദുരന്തത്തിൽ പെട്ടു എന്ന് വരുത്തേണ്ടത് ഇസ്ലാമിസ്റ്റുകളുടെയും ജിഹാദികളുടെയും സുഡാപ്പികളുടെയും ഒക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ പലരും പാകിസ്ഥാൻ്റെ ആണവ നിലയം നമ്മൾ തകർത്തു എന്ന് പറഞ്ഞു പരത്തിയാൽ അതെന്തോ മഹത്തായ കാര്യമാണ് എന്നാണ് ധരിച്ചു വശായത്. അത് യുദ്ധകാലത്ത് ഗുണം ചെയ്യുന്ന ഒരു വിവരമായിരുന്നില്ല, ഒരു കിംവദന്തിയും ആയിരുന്നില്ല. അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ പട്ടാളം എന്തു പറയുന്നോ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ദേശാഭിമാനികളായ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ രാജ്യാന്തര ആണവ ഏജൻസി തന്നെ ഇന്ത്യ ആണവ നിലയം ആക്രമിച്ചിട്ടില്ല, അവിടെ ആണവ ചോർച്ചയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ അമേരിക്കയുടെ ഒരു ആണവ വികിരണം അളക്കുന്ന വിമാനം വന്നു എന്നൊക്കെ വിവരങ്ങൾ പല സ്ഥലത്തു നിന്നും വന്നു. അത്തരമൊരു വിമാനം 2010 തന്നെ അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് കേട്ടുകേൾവി ഒന്നുമായിരുന്നില്ല വാസ്തവം. കേട്ടുകേൾവിയും വാസ്തവം തമ്മിൽ പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേട്ടുകേൾവികളുടെ തത്സമയ സംപ്രേഷണമാണ് റിപ്പോർട്ടർ ചാനലിൽ നടന്നത്. അതുകൊണ്ട് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അത്തരം വാർത്തകൾ കേൾക്കാൻ, ഇന്ത്യ അടിച്ചു മുന്നേറുന്നു, എങ്ങനെയും മുന്നേറുന്നു എന്നുള്ളത് കേൾക്കാൻ ആളെ കിട്ടും. അതൊരു തത്സമയ സംപ്രേഷണം പോലെ നടന്നാൽ ആളെ കിട്ടും.
ആ സമയത്ത് പ്രേക്ഷകർ വാസ്തവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നില്ല. പ്രേക്ഷകർ വാസ്തവം അറിയുന്നത് കുറെ കൂടി കഴിഞ്ഞായിരിക്കും. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഏഷ്യനെറ്റ് തോൽക്കുകയും റിപ്പോർട്ടർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആവേഗം, ഈ മൊമെൻറ്റം റിപ്പോർട്ടറിന് നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യം പ്രധാനമാണ്. വാസ്തവമല്ലാത്ത വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നാൽ അത് വിശ്വാസ്യതയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും ഏഷ്യനെറ്റിൻ്റെ രാഷ്ട്രീയത്തിന് ഞാൻ അനുകൂലിക്കുന്നില്ല. എന്നാൽ അവർ പലപ്പോഴും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ പൊളിച്ചു കാണിക്കുന്നു എന്ന വാസ്തവം നിലനിൽക്കുന്നുണ്ട്. ദേശീയതയുടെ കൂടെ ഏഷ്യനെറ്റ് നിൽക്കാറില്ല എന്ന വാസ്തവം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യുദ്ധത്തിൽ മിതത്വം പാലിച്ചത് റിപ്പോർട്ടറിനേക്കാൾ ഏഷ്യനെറ്റാണ് എന്നതും സത്യമാണ്. അതുകൊണ്ട് ഈ ചാനൽ യുദ്ധത്തിൽ ഇനി ആരാണ് മുന്നിൽ എന്നുള്ളത് വരും കാലം തെളിയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.